യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവളെ രണ്ടാമത് ഗർഭിണിയായ ശേഷം അവൻ അവളോടുള്ള സ്നേഹവും കരുതലും വല്ലാതെ കൂടിയിട്ടുണ്ട്. ദൈവമേ, എൻ്റെ ആൺമക്കളുടെ മനസ്സൊരിക്കലും എൻ്റെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോകല്ലേ. ഞാൻ ശയനപ്രദക്ഷിണം ചെയ്തേക്കാവേ. ഈശ്വരനെ പ്രാർത്ഥിക്കേ. ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ, വേഗം വരാം. ചേട്ടാ സത്യനില്ലേ? സത്യൻ സാർ ഇപ്പൊ പുറത്തു പോയതാ, ഉടനെ വരും. ഇരിക്കും. എവിടെയൊക്കെ പോയെന്നറിയോ? ഓട്ടോ വെയിറ്റ് ചെയ്യാ. ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ? അയ്യോ, സാറ് ഫോൺ എടുത്തിട്ടില്ല, ഇവിടെ ഇരിക്കേ. ഇപ്പൊ ഒരു കോള് വന്നിരുന്നു. ചിലപ്പോ അപ്പുറത്തെ ചായക്കട കാണും. നിങ്ങൾ ഇരിക്കേ, ഞാൻ വിളിക്കാം. ശരി. ഇന്ദ്രേട്ടൻ ഹലോ. ആ സത്യ, നീ എവിടെയാ? സത്യനല്ല, വിനയനാ. വിനയനോ? സത്യനെവിടെ? നിന്റെ വീട്ടിലാണോ അവൻ? എന്റെ വീട്ടിലവൻ വരാൻ സാധ്യതയുണ്ടെന്ന് നിനക്കറിയാം അല്ലേ? വിനയ, സത്യന്റെ ഫോൺ അങ്ങനെ നിന്റെ കയ്യിൽ വന്നു? നീ സത്യന് ഫോൺ കൊടുക്ക. പേടിക്കണ്ടടാ, ഞാൻ സത്യനെ കാണാൻ ഓഫീസിലോട്ട് വന്നതാ. അവൻ ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ട് ചായ കുടിക്കാൻ അങ്ങനെ പോയിരിക്കുക. ഇപ്പൊ വരും. നീ എന്തിനാ വയ്യാതിരിക്കുമ്പോ ഓഫീസിൽ വന്നത്? എന്താ കാര്യം? എനിക്ക് വയ്യാത്തതിന്റെ ഉത്കണ്ഠയാണോ, അതോ ഞാൻ നിന്റെ അനിയനെ വല്ലതും ചെയ്തു കളയുന്നുള്ള പേടിയോ? പേടിയോ? നിന്നെയോ? നീ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ വിനയാ. സൗകര്യമില്ലടാ. ഹലോ 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 വെച്ചിട്ട് പോയാ മാറി. ഇന്നലെ രാത്രി മുഴുവൻ കുത്തിവെച്ചിട്ടും ചാർജ് കയറിയിട്ടില്ല. എങ്ങനെ കയറും? ആ വീട്ടിൽ നേരാമണ ഒരു ലൈറ്റ് പോലും കത്തുന്നില്ല. പിന്നെയല്ലേ? അയ്യോ, നീ ഇവിടെ നിൽക്കുവാണോ ഇന്ദ്ര? ഭാര്യയ്ക്ക് കൂട്ടായിട്ട് വണ്ടി പോയിരിക്കാത്ത എന്താ? അമ്മ, ആ, ഞാൻ അമ്പലത്തിൽ പോയി നിനക്കും നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോരെ? അതല്ലമ്മേ. ഏട്ടാ, നമുക്ക് എളുപ്പം പോവാം. ചർച്ചയൊക്കെ വീട്ടിലെത്തിയിട്ട് നമ്മളൊന്ന് ഫ്രീ ആകാൻ വേണ്ടിയല്ലേ വന്നത്. ഏട്ടത്തിക്ക് ഇപ്പൊ അതാ ആവശ്യം. രണ്ടാളും വന്നേ, വാ. വാ. പോലെ നിൽക്കുന്നുണ്ട്. ആ, സത്യനെ ഇന്ദ്രൻ വിളിച്ചിരുന്നു.
ഞാൻ അടുത്ത് സത്യം ചായ കുടിക്കാൻ പോയി എന്ന് പറഞ്ഞു. കോൾ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയോ? ഏയ്, ഞാൻ വെറുതെ ഫോൺ എപ്പോഴും നമ്പർ ലോക്കിട്ട് വെക്കണം സത്യ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് മിസ്യൂസ് ചെയ്യും. അത്തരക്കാരൊന്നും ഈ ഓഫീസിൽ വരാറില്ല വിനയ. പിന്നെ വിനയൻ ഇതിലൊന്നും ചെയ്തില്ലല്ലോ അല്ലേ? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുവരെ ഞാൻ പറ്റിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. അല്ല, വിനയൻ എന്താ ഈ വഴിക്ക്? ഞാൻ സത്യനോടൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാ. താങ്ക്സോ? അതെ, പല സമയത്തും ഞാൻ സത്യനെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. എന്നാ അതൊന്നും മനസ്സിൽ വെക്കാതെ എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ ബാക്കിയെല്ലാം മറന്ന് സത്യൻ എന്നെ സഹായിക്കാൻ തയ്യാറായില്ലേ? ഈ നന്മ ഞാൻ ഒരിക്കലും മറക്കില്ല സത്യം. വിനയൻ പറയുന്നത് എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലർ അങ്ങനെയാ, ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയരുതെന്ന് കേട്ടു. അങ്ങനെ ആയിരിക്കണം സത്യ. അത്തരക്കാർക്ക് എന്നും ഉയർച്ചയുണ്ടാവും. എന്റെ കാര്യം തന്നെ നോക്കും. കഷ്ടകാലം വരുമ്പോൾ കൂട്ടത്തോടെ ഒരു കൈയും കാലം തളർന്നു. നടത്തിക്കൊണ്ടിരിക്കുന്ന ഷോപ്പിൽ ചെറിയൊരു ബാധ്യതയുള്ളത് ഉടൻ തീർത്തില്ലെങ്കിൽ കട ഒഴിഞ്ഞു കൊടുക്കണമെന്നുള്ള അവസ്ഥയിലായി. എന്നേക്കാൾ പ്രായം കൊണ്ട് സത്യം കുറച്ച് താഴെ ആയിരിക്കാം, പക്ഷെ മനസ്സുകൊണ്ട് നീ വലിയൊരു മനുഷ്യനാ സത്യ, വലിയ മനുഷ്യൻ. അതാ ഈ അവസ്ഥയിലും ഇവിടെ വരെ വന്ന് നിന്നോട് നന്ദി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. വിനയ, എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നേരെ ചൊവ്വ പറയും. അല്ലാതെ ഇങ്ങനെ വളഞ്ഞു പിടിച്ചാൽ എനിക്കെന്നല്ല ആർക്കും ഒന്നും മനസ്സിലാവില്ല. പിന്നെ ഞാൻ വിനയൻ ഒരു സഹായം ചെയ്തിട്ടില്ല. പിന്നെ ഏത് സഹായത്തിന്റെ പേരിലാ വിനയൻ എന്നോട് നന്ദി പറയുന്നത്? ശരിക്കും സത്യൻ അറിയാത്തതാണോ അതോ എന്റെ മുമ്പിൽ അഭിനയിക്കുന്നതാണോ? എനിക്ക് ഈ അഭിനയിക്കാനൊന്നും സമയമില്ല. ഇവിടെ ആവശ്യത്തിന് ജോലിയുണ്ട്. വിനയൻ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. ശരി, ഒറ്റ വാക്കിൽ പറയാം. എന്റെ ഷോപ്പ് എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ചീരുവിന് നീ 2.5 ലക്ഷം രൂപ കൊടുത്തില്ലേ? ഞാൻ ചീരുവിന് 2.5 ലക്ഷം രൂപ കൊടുത്തുന്നോ? അതെ, നീ തന്നെയാ കൊടുത്തത്. അത്രയും തുക നീ അല്ലാതെ വേറെ ആരും അവൾക്ക് കൊടുക്കില്ല. വിനയ, സത്യമായിട്ട് ഞാൻ അവൾക്ക് പൈസ കൊടുത്തിട്ടില്ല. പിന്നെ ചീരു എന്നോട് പൈസ ആവശ്യപ്പെട്ടിട്ടുമില്ല. അവൾ അങ്ങനെ പറഞ്ഞോ? അവള് പറയില്ലല്ലോ. പക്ഷെ നീ കൊടുത്ത 2.5 ലക്ഷം രൂപ കൊണ്ട് അവള് കടം വീട്ടി ഷോപ്പ് നിലനിർത്തി. അവളത് പറയാത്തത് കൊണ്ട് തന്നെ അത് നീയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. വിനയ, നീ സത്യം പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല സത്യം. പക്ഷെ എനിക്ക് സത്യം അറിയണം, അറിഞ്ഞേ പറ്റൂ. വിനയ, ഇതുവരെ ഞാൻ നിന്നോട് മര്യാദയ്ക്കാണ് സംസാരിച്ചത്. എനിക്ക് യാതൊരു അറിവില്ലാത്ത കാര്യത്തിന് നീ ഇവിടെ വന്നതെന്ന് വെറുതെ എന്റെ സമയം കളയാ. വിനയം പോവാൻ നോക്ക്. എന്നെ വിരട്ടി വിടാവുന്നൊന്നും നീ കരുതണ്ട സത്യ. ഞാൻ ചീരുവിനെയും കൂട്ടി ഇവിടെ വരും. അവളുടെ മുമ്പിൽ വെച്ച് നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും, അല്ലെങ്കിൽ അവള് പറയും.